ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിന് പിന്നാലെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടി ചർച്ച ചെയ്യാൻ അമിത്ഷാ കേരള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രചാരണം ഏകോപിപ്പിക്കുന്നതിലും സ്ഥാനാർത്ഥി നിർണയത്തിലും സംസ്ഥാന നേതൃത്വത്തിന് വൻ വീഴ്ചയുണ്ടെന്നാണ് കേന്ദ്ര വിലയിരുത്തൽ. 1 ലക്ഷത്തിലധികം വോട്ട് നേടുമെന്നാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ ബോധിപ്പിച്ചിരുന്നത്. മനു ശങ്കർ ചേരുന്നു. മനു, അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. കൂടിക്കാഴ്ച ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുകയാണ്. പ്രധാനമായും കേരളത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, മുൻ അധ്യക്ഷനായ വി മുരളീധരൻ, അതോടൊപ്പം പി കെ കൃഷ്ണദാസ്, മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ, പിന്നെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി രാംലാൽ തുടങ്ങിയ നേതാക്കളാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വത്തിന് പ്രചരണം ഏകോപിപ്പിക്കുന്നതിലും മറ്റും വൻ വീഴ്ചയുണ്ടായി എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രധാനമായും കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധ സർക്കാർ എന്ന പ്രതിപക്ഷ പ്രചാരണമൊക്കെ തടയുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നും കേന്ദ്രം വിലയിരുത്തുന്നു. 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടുമെന്നാണ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ നേരിയ തോതിലുള്ള ഒരു വർധനവ് മാത്രമാണ് വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാക്കാനായത്. ഇതിനാൽ തന്നെ പുതുതലമുറ വോട്ടർമാരെ പോലും സ്വാധീനിക്കാൻ ബി.ജെ.പി. പ്രചരണങ്ങൾക്കായിട്ടില്ല എന്നൊരു വിലയിരുത്തലാണുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലും സമാന നിലപാട് ദേശീയ നേതാക്കൾ പങ്കുവച്ചിരുന്നു. എൻ.ഡി.എ വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകുന്നുണ്ട്. ആർ.എസ്.പി. അടക്കമുള്ള പാർട്ടികളെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ ചർച്ചയിൽ പുരോഗമിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പി.സി. ജോർജ് അടക്കമുള്ള നേതാക്കളുമായി എൻ.ഡി.എ സഹകരിക്കുന്നതിന്റെ സാധ്യതകളും ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയിൽ വിഷയമാകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ്. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.